പിന്തുടരാൻ എന്താണ് നിങ്ങളുടെ കാര്യം? നിങ്ങളുടെ അവകാശം എന്താണ്? ഒരു കുടുംബജീവിതം തകർത്തപ്പോൾ അങ്ങ് സംഗീതം അങ്ങോട്ട് മാറിപ്പോയപ്പോൾ അങ്ങ് വലിയ സ്വാതന്ത്ര്യം കിട്ടിയ രീതിയിലാണ് തൃഷയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ പിറകെ നടന്നിങ്ങനെ ശല്യപ്പെടുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും തൃഷയും തമ്മിലുള്ള വിവാദ വിഷയങ്ങൾ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ തന്നെ ഈ തൃഷ വിജയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ് നടൻ അജിത്തിന്റെ അമ്മ മോഹിനി മരണപ്പെട്ടപ്പോഴും ഈ മരണ വീട്ടിൽ പോകുവാനായിട്ടും രണ്ടുപേരും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ ഗായിക സുചിത്ര ഇവരുടെ ബന്ധത്തെക്കുറിച്ച് കളിയാക്കിക്കൊണ്ടുള്ള പരിഹസിച്ചുകൊണ്ടുള്ള ഒരു സംഗീതം ആലപിക്കുകയും അത് വൈറലാകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൃഷയ്ക്ക് എന്തുദ്ദേശിച്ചാണ് ഈ തൃഷ ഇതുപോലെ മുൻപോട്ട് പോകുന്നതെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് എന്താണ്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി, മൂന്നാമതൊരു വ്യക്തി കടന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന ആ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയിലാണ് ഇപ്പോൾ സംഗീതയും വിജയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണ്, വിവാഹമോചനത്തിന്റെ അവിടെ വരെ എത്തി നിൽക്കുന്ന ഈ സന്ദർഭങ്ങളിലും പിന്നോട്ടില്ല എന്നുള്ള ഒരു കടും പിടുത്തത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ഒരു കാര്യവും നമ്മൾ ഇപ്പോൾ നമുക്ക് തെളിയുകയാണ്. അതായത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, ആരുടെ കുടുംബജീവിതം തകർത്താലും തനിക്കൊന്നും വലിയ ബാധകമല്ല. തനിക്ക് എന്താണ്, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ നടക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കുടുംബജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തരുന്ന കാര്യം അതാണ്. മറ്റുള്ളവരുടെ ആരുടെയും കുടുംബജീവിതം ആരുടെയൊക്കെ തകരുന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് വേണ്ടുന്ന എന്താണ്, തൃഷയ്ക്ക് വേണ്ടുന്ന എന്താണ്, ഈ മറ്റൊരു വ്യക്തിയുടെ, അതായത് മറ്റൊരു ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവ്, ആ ഭർത്താവിനെയും 2 മക്കളുടെ അച്ഛനായിട്ടുള്ള ഈ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ ജീവിതം തന്നെയാണ് ആർക്കാവശ്യം? ഈ തൃഷയ്ക്ക് ആവശ്യം. അതുകൊണ്ട് ആരുടെ സംഗീതം പോയാലും കുഴപ്പമില്ല, അവരുടെ കുടുംബജീവിതം തകർന്നാലും കുഴപ്പമില്ല, തനിക്ക് അങ്ങ് സുഖമായിട്ട്, അതായത് എന്താണ്, വലിയ വലിയ ബന്ധങ്ങളുള്ള ആൾക്കാരെ തനിക്ക് പറ്റത്തുള്ളൂ. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയെ തന്നെ തനിക്ക് അയാളുടെ കൂടെ തന്നെ തനിക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരു വണ്ടിയെ പോകാൻ പറ്റത്തില്ല, മറ്റൊരാളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. വേണ്ടുന്ന ആരാണ്? വിജയിയാണ് വേണ്ടുന്നത്. ഈ വിജയിയാണ് എന്താണ്, ഈ വിജയും സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്, അല്ലെ? അപ്പോഴും ഓരോ വ്യക്തികൾക്കും കേട്ട് നിൽക്കുന്നവർക്ക് പോലും വിഷമമാണ്. കാരണം ഒരു കുടുംബം തകരുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ കുടുംബം തകരുന്നതെന്ന് പറയുന്നത് അവിടെയും അതൊന്നും പ്രശ്നമല്ല. എന്താണ്, എന്തെല്ലാം വിമർശനങ്ങൾ ആര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് തന്നെ ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല. തൻ്റെ ഒരു നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട്, അത് എന്താണ് ആ നിലപാട് എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. അതിനകത്തൊക്കെ ഇതുപോലെ പ്രസക്തി കൊടുക്കേണ്ടതുണ്ടോ എന്ന് പോലും നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ഇതിനകത്തൊക്കെ എന്താണ് ഇത്ര കഥയിരിക്കുന്നതെന്ന് ഈ തൃഷ വിചാരിക്കുന്ന പോലെ ഒന്നും അത്ര തന്നെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒന്നുമില്ല. പിന്തുടരാൻ എന്താണ് നിങ്ങളുടെ കാര്യം? നിങ്ങളുടെ അവകാശം എന്താണ്? ഒരു കുടുംബജീവിതം തകർത്തപ്പോൾ അങ്ങ് സംഗീതം അങ്ങോട്ട് മാറിപ്പോയപ്പോൾ അങ്ങ് വലിയ സ്വാതന്ത്ര്യം കിട്ടിയ രീതിയിലാണ് തൃഷയ്ക്ക്. വലിയ സ്വാതന്ത്ര്യം കിട്ടി, വലിയ ആളായിപ്പോയി. ഇത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? ഭയങ്കര വ്യക്തിയായിപ്പോയി. ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ സംഭവമായിപ്പോയി. 2 കൊമ്പും തുമ്പിക്കൈയൊക്കെ ഉണ്ട് ഈ തൃഷയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ പിറകെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നത്. അല്ലാതെ എന്താണ് ഇതിന് പറയേണ്ടത്? വിജയ് ജനങ്ങളെ സേവിക്കേണ്ട വിജയുടെ പിറകെ നടക്കുന്ന എന്തിനാണ്? നടൻ അജിത്തിന്റെ അമ്മയെ കാണാൻ നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിജയുടെ കാറിൽ കയറുന്നത് എന്തിനാണ്? വിജയുടെ കാറിലെ നിങ്ങൾ കയറത്തുള്ളൂ? മറ്റൊരു ആളുടെയും കാറിൽ കയറി നിങ്ങൾക്ക് സഞ്ചരിക്കത്തില്ലേ? നിങ്ങൾക്ക് നാണമില്ലല്ലോ നിങ്ങൾക്ക് മറ്റൊരാളുടെ കൂടെ നടക്കാനായിട്ട്. ഇങ്ങനെ വിജയ് ഒന്നും പറയാത്ത അദ്ദേഹത്തിന്റെ സംസ്കാരം കൊണ്ടാണ്, അത് മനസ്സിലാക്കണം. അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ കയറി ഇങ്ങനെ കസേര ഇറങ്ങിപ്പോ എന്നെങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്? അത് പറ്റില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം അനുസരിക്കുന്നില്ല, അദ്ദേഹത്തിന് സ്വല്പം വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാതിരിക്കുന്നത്. അത് വലിയ അതൊരു മറയായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. ആ മൗനം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ആ മൗനത്തിന് ഒരർത്ഥമല്ല ഉള്ളത്, അത് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു മൗനമാണ്. അവിടെ ഒരുപാട് ചാട്ടവാറുകൊണ്ടുള്ള ശക്തമായ പ്രതികരണമാണ് അതെന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? സാധാരണ ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്. താൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നൊന്നും വാശി പിടിക്കരുത്. ഇത് ജീവിതമാണ്, അത് ഒരാൾക്ക് മാത്രമുള്ള ജീവിതമല്ലിത്. പലരുടെയും ജീവിതം തകർത്തുകൊണ്ടുള്ള ജീവിതമൊന്നും കെട്ടിപ്പടുക്കാൻ ആരും ശ്രമിക്കരുത്. ഇതിനകത്തൊക്കെ വലിയ പ്രസക്തിയൊന്നുമില്ല. ഇത്ര കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉള്ളൂ. അത് വലിയ കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതേ അത് അറിവിന്റെ ഒരു കുറവ് കൊണ്ടാണ്. കുറെ താഴേക്ക് വരിക, തൃഷ കുറെ കൂടെ താഴേക്ക് ചിന്തിക്കുക, കുറെ കൂടെ ലോ ആകുക. സാധാരണ ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. സാധാരണ ആൾക്കാരെന്താണ് ചിന്തിക്കുന്നത്? ഭർത്താവ്, ഭാര്യ, കുടുംബം. കല്യാണം കഴിക്കുന്നില്ലാത്തവർ ചിന്തിക്കുന്നത് എന്താണ്? തന്റെ കുടുംബം, തന്റെ സഹോദരങ്ങൾ, തന്റെ അച്ഛനും അമ്മയും, അത്രേ ഉള്ളൂ. കല്യാണം കഴിക്കില്ലാത്ത ഒരുപാട് പേരുണ്ട്, കല്യാണം താല്പര്യമില്ലാത്തവർ. അപ്പൊ അവരൊന്നും മറ്റുള്ളവരുടെ കുടുംബജീവിതം നയിക്കാൻ പോകാറില്ല. അവരൊക്കെ അടങ്ങി ഒതുങ്ങി ഒരു വീട്ടിൽ, അല്ലെങ്കിൽ എന്താണോ ജോലി ചെയ്യുന്നത്, സിനിമയാണോ അഭിനയിക്കുന്നത്, സിനിമ വെച്ചിട്ട് വീട്ടിൽ വരും. മറ്റൊരു ഓഫീസിലാണോ ജോലി ചെയ്യാൻ പോകുന്നത്, ഓഫീസിൽ ജോലി ചെയ്ത് സഹപ്രവർത്തകരൊക്കെ ഒരുപാട് പേരുണ്ട് അവിടെ. സഹപ്രവർത്തകരെ വേണമെങ്കിൽ ആരുടെ വേണേലും കുടുംബജീവിതം നശിപ്പിക്കും, ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും വിദ്യാഭ്യാസമുള്ളവർക്ക്, അല്ലെങ്കിൽ കുറച്ച് വിവരമുള്ളവർക്ക്, അല്ലെങ്കിൽ കുറച്ച് നല്ല കുടുംബത്തിൽ ജനിച്ചവർക്ക്
അല്ലെങ്കിൽ എന്താണ് നല്ല സംസ്കാരത്തിൽ വളരുന്നവർക്ക് അതൊന്നും സാധിക്കില്ലാത്തതുകൊണ്ടാണ് ആരും അതിലേക്കൊന്നും കടന്നു ചെല്ലാത്തത്. അപ്പൊ ഇതൊന്നും പ്രശ്നമല്ലാത്തവരുണ്ട് ചിലർക്ക് ആങ്ങള സഹോദരന്മാർ ചോദിക്കാനില്ല, അച്ഛൻ ചോദിക്കാനില്ല, എന്താണ് ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ചോദിക്കാനും പറയാം, ഒറ്റ ബാക്കി പറയാൻ ചോദിക്കാനും പറയാനും ഒന്നും ആളില്ല എന്നൊക്കെ നമ്മൾ പറയാം. ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതായിട്ടൊന്നും മറ്റാർക്കും തോന്നിയിട്ടില്ല. നിലത്ത് നീങ്ങി താഴേക്ക് വരിക, ഒരുപാട് അവനവന്റെ നില അനുസരിച്ച് താഴേക്ക് വരിക, അതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ഇത് അർഹതപ്പെട്ടവർ വന്ന് ജീവിച്ചോളൂ. വിജയുടെ കൂടെ ജീവിക്കാൻ അർഹതപ്പെട്ടവർ ഇപ്പോഴും നിലവിലുണ്ട്. അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്, 2 മക്കളും ഭാര്യയും. അതോർത്താൽ ഈ തൃഷയ്ക്കും തൃഷയുടെ കുടുംബക്കാർക്കും നല്ലത്.